പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പം ചില ആൾക്കാരെങ്കിലും മരിക്കണമെന്നൊന്നും പറയാതെ അവരെ വേദനിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട്. മൂർച്ചയേറിയ എന്തെങ്കിലും വസ്തുക്കൾ യൂസ് ചെയ്തിട്ട് കയ്യിലോ കാലിലോ ഒക്കെ മുറിവുണ്ടാക്കുക, എന്തെങ്കിലും വടിയെടുത്ത് അടിക്കുക തുടങ്ങിയിട്ട് ഒരുപാട് നമ്മളെ തന്നെ ഹാം ചെയ്യുന്ന ബിഹേവിയേഴ്സ് കാണിക്കാറുണ്ട്. ഇതിനെ നമ്മൾ വളരെ സെൻസിറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമാണ്. സെൽഫ് ഹാം എന്ന് പറയും. ഹലോ, എൻ്റെ പേര് ഹിബ. ഞാൻ ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. പലപ്പോഴും ഇത്തരത്തിൽ സെൽഫ് ഹാം ചെയ്യുന്ന വ്യക്തികളെ മറ്റുള്ളവർ കാണുന്നത് ഒരു ഡ്രമാറ്റിക് ബിഹേവിയർ ആയിട്ടായിരിക്കും. സ്വയം മുറിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ സ്വയം വേദനിപ്പിക്കുന്നതോ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ചുറ്റുമുള്ള ആൾക്കാർ പറയാറുണ്ട്. ശരിക്കും ഇത്തരം സെൽഫ് ഹാം ചെയ്യുന്ന വ്യക്തികൾ അവരുടെ ഇന്നർ ഇമോഷൻസിനെ പുറന്തള്ളുന്ന രീതിയായിരിക്കും ഇത്. ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവരതിനെ ഒന്ന് പുറത്തള്ളുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടായിരിക്കും ചില സമയങ്ങളിൽ സെൽഫ് ഹാം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പല കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തി സെൽഫ് ഹാം ചെയ്യപ്പെടാറുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഇന്നർ പ്രഷർ പുറത്തള്ളാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നംപ്നെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഈ പെയിൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ, ആ ഇമോഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും സ്വയം പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഗിൽട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റ് ചെയ്തത് കാരണമായിട്ടോ സ്വയം ശിക്ഷിക്കാൻ വേണ്ടിയിട്ടോ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തി സെൽഫ് ഹാം ചെയ്യപ്പെടാം. ഇത്തരത്തിൽ സെൽഫ് ഹാം ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പെയിൻ റിലീസിങ് ഹോർമോൺ ആയിട്ടുള്ള എൻഡോർഫിൻ റിലീസ് ചെയ്യപ്പെടുന്നത് ഭാഗമായിട്ട് ഒരുപാട് ചേഞ്ചസ് അവരുടെ ബോഡിയിലും, അത് അവരുടെ ഇമോഷണൽ പ്രശ്നത്തിനൊക്കെ നല്ല രീതിയിൽ കോപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചെറിയ രീതിയിൽ സെൽഫ് ഹാം ചെയ്ത് പിന്നീട് അതൊരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു വ്യക്തി സെൽഫ് ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വളരെ ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും ആ സമയങ്ങളിൽ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ളൊരു കേസ് ഹെയിലിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ടൊരു പാരൻറ്റ് വന്നു. കുട്ടി ഭയങ്കര റിബിലിയസ് ആണ് എന്നായിരുന്നു പാരൻറ്റ് പറഞ്ഞിട്ടുള്ള കംപ്ലയിൻറ്റ്. കൂടുതലായിട്ട് സംസാരിച്ച ശേഷമാണ് കുട്ടിയുടെ കയ്യിൽ കുറച്ച് മുറിവുകൾ കാണാനിടയായിട്ടുള്ളത്. ഒരുപാട് സംസാരിച്ചതിന് ശേഷം കുട്ടി കാലിൻ്റെ തൊടയിൽ ഒരുപാട് മുറിവുകളും കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഈ മുറിവുകളെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ച സമയത്താണ് വീട്ടിൽ പാരൻസ് തമ്മിൽ ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂസിൻ്റെ സമയത്തും കുട്ടി ഇത്തരത്തിൽ ഓരോ മുറിവുകൾ കയ്യിലോ അല്ലെങ്കിൽ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാവും. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീട്ടുകാർ വഴക്ക് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രഷർ, ഇതൊക്കെ ആ കുട്ടി ഈ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടാണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ പെയിനിനെ ഈ ഒരു ഫിസിക്കൽ പെയിൻ ആയിട്ടാണ് ആ കുട്ടി കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യം ഇതൊരു ചെറിയൊരു മുറിവിൽ നിന്ന് തുടങ്ങി ഇതിപ്പോൾ ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ. ഇത്തരത്തിൽ ചെറിയ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി പിന്നീട് അതിൻ്റെ ഹാബിറ്റായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സെൽഫ് ഹാം ബിഹേവിയേഴ്സ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ്, അതായത് ഇമോഷണൽ പെയിനിനെ ഫിസിക്കൽ പെയിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണല്ലോ സെൽഫ് ഹാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇമോഷണൽ പെയിനിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പെയിൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി അത് സോൾവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ബിഹേവിയേഴ്സിലേക്ക് എത്താതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഇത്തരം ട്രിഗേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിനൊന്ന് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സേഫ്റ്റി പ്ലാനുകൾ നമുക്ക് വേണം. ബ്രീത്തിങ് ടെക്നിക്കായിട്ടോ അല്ലെങ്കിൽ മെഡിറ്റേഷനായിട്ടോ ഗ്രൗണ്ടിങ് ടെക്നിക്ക്, ഇങ്ങനെ ഒത്തിരി ടെക്നിക്സ് നമ്മുടെ തെറാപ്യൂട്ടിക്കിലുണ്ട്. ഇത്തരം ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഇതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇത്തരം ബിഹേവിയേഴ്സിലേക്ക് പോവാതെ ഒരു പരിധിവരെ നമുക്കതിനെ തടയാൻ പറ്റുന്നതാണ്. സ്വയം ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സെൽഫ് ഹാം പോലുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിൽ പവർ യൂസ് ചെയ്ത് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് സെൽഫ് ഹാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് കാരണമായിട്ട് ഇത് പിന്നെയും റിലാപ്സ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സെൽഫ് ഹാം സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു തെറാപ്പിയിലൂടെ മാത്രം മുന്നോട്ട് പോവുക എന്ന് സജസ്റ്റ് ചെയ്യുന്നത്. സെൽഫ് ഹാമിനുള്ളൊരു ടെൻഡൻസി വരുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് കുറച്ച് കോൾഡ് വാട്ടറിൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ് കയ്യിൽ ഹോൾഡ് ചെയ്യുക എന്നൊക്കെ പറയും. അതായത്
കൂളായിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു കൂൾ സെൻസേഷൻ നമ്മുടെ ഇമോഷണൽ റെഗുലേഷനെ കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കണ്ടിട്ടുള്ളതാണ് ബിഹേവിയറൽ ടെക്നിക്സ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മെത്തേഡ്സ്, CBT, അതേപോലത്തെ ഒരുപാട് സൈക്കോളജിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള സെൽഫ് ഹാം പോലുള്ള ബുദ്ധിമുട്ടുള്ള ബിഹേവിയേഴ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ നല്ല രീതിയിൽ സാധിക്കുന്നതാണ്. എത്രയൊക്കെ ഇന്നർ കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്ക് ചില സമയങ്ങളിൽ സ്വയം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സമയങ്ങളിൽ നമ്മൾ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ അഡ്രസ്സ് ചെയ്യുകയും അതേപോലെ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവരൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിഹേവിയർ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ ബിഹേവിയറിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരൊരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.